ബിന്നിയുടെ അടുത്ത് നിന്ന് നമ്മുടെ റെന ഫാത്തിമ എന്തോ ഒരു തെറി, ചൈനീസ് ഭാഷയിലുള്ള തെറി കേട്ട് പഠിച്ചിട്ടുണ്ട്. ഇന്നലെ ലൈവില് ഈ ജയിലിൽ അനുമോളും അനീഷും കിടക്കുമ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആ തെറി വിളിച്ചുകൊണ്ടേ നടക്കാണ്. അത് വിളിക്കരുതെന്ന് ജിസേല് പറയുന്നുണ്ട്, ഈവൻ ബിന്നി പോലും പറയുന്നുണ്ട്. കേട്ടിടത്തോളം ഈ നിറത്തിൻ്റെ പേരിലുള്ള ഒരു അധിക്ഷേപമോ മറ്റോ ആണ് അതിൻ്റെ ആ ഒരു തെറിയുടെ അർത്ഥമെന്ന് തോന്നുന്നു. അതിൻ്റെ മലയാളമാണ് അവിടെ വിളിക്കുന്നതെങ്കിൽ ഭൂകമ്പം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ചൈനീസ് ഭാഷയിൽ വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ റെന ഫാത്തിമ വളരെ ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ബിഗ് ബോസിനകത്ത് ഗെയിം കളിക്കാം, വാശി നല്ലതാണ്. അനുമോള് റെനയ്ക്കെതിരെ ഗെയിം കളിച്ചിട്ടുണ്ട്, ദേഷ്യം തോന്നുകയൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ട് അതിനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരാളെ കളിയാക്കുന്നതിനാണെങ്കിലും ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിനാണെങ്കിലും വീണ് കിടക്കുന്നവരെ ചവിട്ടരുത് എന്ന് പറയുന്ന പോലെ ഇപ്പം അനുമോൾക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെൻ്റാണ് മാക്സിമം പണിഷ്മെൻ്റ് ആയിട്ടുള്ള ജയിൽ കൊടുത്തിട്ടുണ്ട്. അവർ ജയിലിൽ കിടക്കുകയാണ്. അതിന് പുറമെ വഴക്കുകളിലൊക്കെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിന്നത് റെന ഫാത്തിമയും അവർക്കൊപ്പമുള്ള ആ ഒരു ഗ്രൂപ്പും ഒക്കെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എവിടെയും അനുമോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കയറി സ്കോർ ചെയ്തു എന്നൊന്നും പറയാനുമില്ല. അപ്പം ആ സ്ഥിതിക്ക് വീണ്ടും വീണ്ടും പുറകെ നടന്ന് ഇങ്ങനെ തെറി വിളിക്കുക, അധിക്ഷേപിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക, ബുള്ളി ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമാണ്. റെനയുടെ ഗെയിമിനെ അത് വളരെയധികം ബാധിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു. റെനയ്ക്കിപ്പോൾ ഒരു ഗെയിം ഇല്ല. ജിസേലിൻ്റെ വാല് പോലെ കൂടെ നടക്കുന്നതാണ് റെനയുടെ ഗെയിം. അതായത് ശരിക്കുള്ള ബിഗ് ബോസ് ഗെയിമിൻ്റെ ഫോക്കസ് പോയിട്ട് ഇപ്പോൾ റെന ഫാത്തിമയുടെ ഒരു 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 ഗ്രൂപ്പിൽ ഒതുങ്ങിപ്പോവുകയും അതിൽ തന്നെ ജിസേലിൻ്റെ ഒരു വാല് പോലെ നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിടെ എല്ലാവർക്കെതിരെയും ഗെയിം കളിക്കാനാണ് താൻ പോയതെന്ന കാര്യം പോലും ഒരുപക്ഷെ റെന മറന്നു എന്ന് തോന്നുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.